ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സെൽ ബ്രോഡ്കാസ്റ്റ് മുന്നറിയിപ്പ് സേവനം താൽക്കാലികമായി നിർത്തിവെച്ചു. അടുത്ത അറിയിപ്പ് ലഭിക്കുന്നതുവരെ മൊബൈൽ ഫോണുകളിലേക്ക് ദുരന്ത മുന്നറിയിപ്പ് സന്ദേശങ്ങൾ അയക്കേണ്ടതില്ല എന്നാണ് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ മാസം 12-നാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറങ്ങിയത്. അർദ്ധരാത്രിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോണിലേക്ക് മുന്നറിയിപ്പ് സന്ദേശം എത്തിയതായാണ് ഈ തീരുമാനത്തിന് പിന്നിലെ കാരണമെന്ന ചില റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല. പ്രകൃതി ദുരന്തങ്ങളോ അടിയന്തര സാഹചര്യങ്ങളോ ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് അതിവേഗ മുന്നറിയിപ്പ് നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സെൽ ബ്രോഡ്കാസ്റ്റ് സംവിധാനം നടപ്പിലാക്കിയത്. മൊബൈൽ ഫോണുകളിൽ വലിയ അലാം ശബ്ദത്തോടെയും സ്ക്രീനിൽ പ്രത്യേകം പ്രത്യക്ഷപ്പെടുന്ന സന്ദേശങ്ങളിലൂടെയുമാണ് മുന്നറിയിപ്പുകൾ ലഭിച്ചിരുന്നത്. സുനാമി, ഭൂചലനം, മിന്നലാക്രമണം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങൾക്കൊപ്പം ഗ്യാസ് ചോർച്ച, രാസവസ്തു അപകടങ്ങൾ തുടങ്ങിയ മനുഷ്യനിർമ്മിത അടിയന്തര സാഹചര്യങ്ങളിലും ഈ സംവിധാനം മുന്നറിയിപ്പ് നൽകാനായി ഉപയോഗിച്ചിരുന്നു. നെറ്റ്വർക്ക് തിരക്കോ ഇന്റർനെറ്റ് ലഭ്യതയോ ഈ സന്ദേശങ്ങളെ ബാധിക്കില്ല എന്നതായിരുന്നു സംവിധാനത്തിന്റെ പ്രധാന സവിശേഷത. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേതൃത്വത്തിൽ 2023 മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പിന്നീട് രാജ്യവ്യാപകമായി നടപ്പിലാക്കുകയായിരുന്നു. ചുഴലിക്കാറ്റ്, അതിശക്തമായ മഴ തുടങ്ങിയ സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുൻകരുതൽ സ്വീകരിക്കാൻ ഈ മുന്നറിയിപ്പുകൾ സഹായകരമായിരുന്നു. നിലവിൽ രാജ്യത്ത് കാലവർഷം ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സേവനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഈ തീരുമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമാണെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.